ഈമാനില്ലാതെ മരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? എത്ര വലിയ ഡേഞ്ചറാണത് അല്ലേ? മുസ്ലിമായി ജീവിച്ചിട്ട് കാഫിറായി മരിച്ചു പോകുന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ കുഫറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പിശാചുക്കളെ തുരത്തി ഓടിക്കാൻ, ഈമാനോടെ മരിക്കാൻ, ഈമാൻ്റെ സുഖം അനുഭവിക്കാൻ, മനസ്സിൽ ഈമാനുറപ്പ് ലഭിക്കാൻ മനോഹരമായൊരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എത്ര വലിയ എളുപ്പമാണത്. ചെറിയൊരു സൂറത്ത് നമ്മുടെ ജീവിതം കളറാകാൻ, മനസ്സിൽ പടച്ചോൻ്റെ കൂട്ട് ലഭിക്കാൻ, ധൈര്യം ലഭിക്കാൻ, പിശാചിൽ നിന്ന്, ഷെറിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ ഈ സൂറത്തൊരു കാരണമാണ് എന്നാണ്. ഏതാണ് ആ സൂറത്ത്, എങ്ങനെ ഓതണം, എപ്പോൾ ഓതണം, ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പി ആയിരിക്കണം കേട്ടോ. അതായത് നമ്മളെ പടച്ചോനിങ്ങോട് പറഞ്ഞയച്ചതിൻ്റെ ലക്ഷ്യം എന്താ പടച്ചോൻ്റെ ലക്ഷ്യം? അതിബാദത്ത് ചെയ്യാൻ. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ കുറേ ഇബാദത്ത് ചെയ്യിപ്പിച്ചിട്ട് പടച്ചോൻ എന്ത് കിട്ടാനാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനായിരിക്കും പടച്ചോൻ നമ്മളിങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന്? ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇബാദത്ത് ചെയ്യാനെന്നല്ല. അങ്ങനെയല്ല, വെറുതെ ഇബാദത്ത് ചെയ്യാനല്ല. വെറുതെ ഇബാദത്ത് നമ്മളിങ്ങനെ 5 വക്ത് പള്ളിയിൽ ഓടി വരുന്നു, തലകുത്തി മറിയുന്നു, വീട്ടിൽ നിസ്കരിക്കുന്നു, എന്ത് കിട്ടാണ്? ഇതുകൊണ്ട് പടച്ചോൻ എന്താ? ഇതൊന്നും അല്ല ലക്ഷ്യം. അള്ളാൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ അറിയലാണ്. ഞാനിങ്ങനെ മറഞ്ഞിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. എനിക്ക് വെളിവാക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു എന്നാണ്. എന്നെ തന്നെ എൻ്റെ അടിമകളിലേക്ക് വെളിവാക്കാൻ ഇഷ്ടപ്പെട്ടപ്പോൾ ഫഖലഖ്തുൽ ഖലായിക്ക്, ഞാൻ സൃഷ്ടികളെ പടച്ചു. അള്ളാഹ് നമുക്കിടയിലേക്ക് വെളിവാകാൻ ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളെ പടച്ചു. എന്തിനാണ്? അവനെ തിരിച്ചറിയിക്കാൻ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ജീവിത നിയോഗം എന്ന് പറഞ്ഞാൽ മക്കളെ ഒറ്റ കാര്യമുള്ളൂ, അള്ളാഹനെ അറിയലാണ്, അള്ളാഹനെ കാണലാണ്. മനസ്സിലായോ? അള്ളാഹനെ അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് ആ നിസ്കാരത്തിന് വാല്യൂ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അത് വെറും തലകുത്തി മറിയലല്ലേ. ഒരുപാട് ആളുകൾ യുക്തിവാദത്തിലേക്ക്, പുത്തൻവാദത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് ഒക്കെ പെട്ടുപോകണം. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹനെ അറിയാൻ ശ്രമിക്കാതെ കേവലം നിസ്കാരം, നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഈ കർമ്മങ്ങളുടെ പിന്നാലെ മാത്രം ഓടുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? സ്നേഹമില്ലാത്ത കർമ്മങ്ങളിൽ എന്ത് കാര്യം ഉണ്ടാവുക? ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന വിഷയമാണ്. അതായത് നമുക്ക് എന്ത് സംഗതികൾ അള്ളാഹ് തന്നിട്ടുണ്ടോ അതൊക്കെ അള്ളാഹനെ അറിയാനാണ്. ഇപ്പോൾ നമ്മളെ കല്യാണം കഴിപ്പിച്ചതുപോലെ അള്ളാഹനെ അറിയാനാണ്. ഓരോന്നിലൂടെയും നമുക്ക് അള്ളാഹനെ അറിയാൻ പറ്റണം. ഇപ്പോൾ ഒരു സ്ത്രീ, അവൾക്ക് ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവിനെ അവൾ അറിഞ്ഞിട്ടില്ല, പക്ഷേ രാവിലെ ചായ ഉണ്ടാക്കി കൊടുക്കും, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കും, വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കും, പിന്നെ അതുപോലെ തന്നെ 4 മണിക്ക് ചായ കൊടുക്കും, ഇടക്കിടക്ക് ഫോൺ ചെയ്യും, അത് വേണം ഇത് വേണം ഇതൊക്കെ പറയും. പക്ഷെ ഉള്ളിൽ സ്നേഹമില്ല, ഭർത്താവിൻ്റെ മനസ്സ് അവൾ അറിഞ്ഞിട്ടില്ല. ആ ജീവിതത്തിൽ വല്ല രസം ഉണ്ടാവുമോ? ഒരു രസം ഉണ്ടാവില്ല ഇല്ലേ? അവൾ ചിലപ്പോൾ ഒരുത്തൻ വന്നിട്ട് അവളൊന്ന് എടി മുത്തേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവൾ ചിലപ്പോൾ അവിഹിത ബന്ധത്തിലേക്ക് ചാടിപ്പോവും. കാരണം എന്താ? പരസ്പരം ഇവർ തമ്മിൽ ആ ബന്ധത്തിൻ്റെ സുഖം അറിഞ്ഞിട്ടില്ല. എന്നതുപോലെ നമ്മളും പടച്ചോനും തമ്മിലൊരു വൈകാരിക ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ സുഖം അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ നിരീശ്വരവാദത്തിലേക്ക് പോകും, അല്ലെങ്കിൽ പുത്തൻവാദങ്ങളിലേക്ക് പോകും. ഈമാനില്ലായ്മ നമ്മളിലുണ്ടാകും, യുക്തിവാദിയായി ചത്തുപോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിലരൊക്കെ പറയാറുണ്ട്, ആ യുക്തിവാദികളൊക്കെ പറയാനുണ്ടല്ലോ ഉസ്താദേ. ഒരിക്കലും കണ്ടുപോകരുത്. അതായത് ആ തെറ്റ് വിമർശിക്കാനായി പണ്ഡിതർക്ക് കാണാമെന്നല്ലാതെ സാധാരണക്കാർ യുക്തിവാദികളുടെ അതുപോലെ തന്നെ പുത്തൻവാദികളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ ഈമാൻ തെറ്റിക്കും. അല്ലെങ്കിൽ അതിനുള്ള ഇൽമ് നിങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സംഗതികൾ മാത്രം കേൾക്കുക. എല്ലാവരും പറയുന്ന ഇൽമ് കേൾക്കാൻ പാടില്ല. അത് നമ്മുടെ ഈമാൻ നശിപ്പിക്കുമെന്ന് മദ്രസയിൽ പഠിച്ചൊരു കാര്യമാണ്. മനസ്സിലായോ? ഈമാൻ അത്രമേൽ നമ്മൾ സൂക്ഷിക്കേണ്ട സംഗതിയാണ്. എന്തിനേറെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഇങ്ങനെ ഇതായിരുന്നില്ലേ? അല്ലാഹുമ്മ തവഫനി മുസ്ലിമ വ അൽഹിഖനി ബിസ്സാലിഹീൻ. എന്താ ദുആ എന്ന് ആലോചിച്ചൊക്കെ. പടച്ചോനെ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ എന്നാണ്. ഏറ്റവും വലിയ സ്വാലിഹ് ആരാണ്? സ്വാലിഹീങ്ങളുടെ നേതാവ് ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുകാരൊക്കെയാണ് സ്വാലിഹീങ്ങളുടെ കൂടെ ചേർക്കണേ. നമുക്കുള്ള മാതൃകയാണത്. ഈമാനോടുകൂടെ മരിപ്പിക്കണേ എന്ന് മുത്തുനബി. ആ മുത്തുനബി ഇല്ലെങ്കിൽ നമുക്ക് ഈമാൻ കിട്ടൂല. ആ മുത്തുനബി അള്ളാഹിനോട് തിരക്കാണ്, എനിക്ക് ഈമാൻ കിട്ടി മരിപ്പിക്കണേ എന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ 5 വക്ത് നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ നേരായ പാതയിൽ നിലനിർത്തണേ അല്ലാ
ഇത് മനസ്സറിഞ്ഞ് ദ്വാരക്കണം. വെറുതെ അങ്ങനോട് ചൊല്ലിയാൽ പോരെ. ഏതാ ഈ നേരായ പാത? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നബിമാരുടെ ഔലിയാക്കളുടെ വഴി. അല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ പുത്തൻവാദികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വഴിയല്ലത്. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹ് അനുഗ്രഹിച്ച അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും വഴി. അത് മാത്രമാണ് നേരായ പാത. അതാണ് നിസ്കാരത്തിൽ 5 വക്ത് ചോദിക്കണത്. ഇതിൻ്റെ ആശയം പോലും മനസ്സിലാകാതെ കേവലം വാക്കർത്ഥങ്ങൾ എഴുതി വെച്ച് സാധാരണക്കാരെ പറ്റിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ഇത് പരിശുദ്ധമായ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് അല്ലേ? വെള്ളിയാഴ്ച രാവും പകലും എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മഹത്വം എത്രയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ ഇങ്ങനെ തുറന്നിടുന്ന മനോഹരമായ നിമിഷം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ സൂറത്തിനെ കുറിച്ച് പഠിച്ചിട്ട് ഇന്നത്തെ രാവ് മുതൽ എങ്ങനെ ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ലൈഫ് കളറല്ലേ. ഈമാൻ സെറ്റാണെന്നാണ്. ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? 5 6 ഈമാൻ കാര്യങ്ങൾ 6. മാഷാ അല്ലാഹ്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ കാര്യം? അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം. ചിലർക്ക് അള്ളാഹ് പേര് മാത്രമേ ഉള്ളൂ. അള്ളാഹ് എന്നൊക്കെ പറയും, പക്ഷേ അവർ വിശ്വസിക്കുന്ന അള്ളാഹ്ക്ക് ചന്തി വരെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, 2 കൈയും വലത്തെ കൈയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. മുജാഹിദുകൾ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. 2 കൈയും വലത്തെ കൈയാണെന്ന് അള്ളാഹുവിനൊരു രൂപം കൊടുത്ത് 2 കൈയും വലത്തെ കൈയാണെന്നൊക്കെ പറയുന്നത് എത്രമേൽ ഡേഞ്ചറാണത്. അള്ളാഹുവിന് ചന്തി വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അള്ളാഹ് അർശിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് ചന്തി വേണ്ടതെന്നൊക്കെ ചോദിച്ചു എന്നാണ്. മആദല്ലാഹ്. അത്രമേൽ വൃത്തികെട്ട വിശ്വാസങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് ചിലപ്പോൾ ഈ കേൾക്കുന്ന സാധുക്കൾക്ക് അറിയാൻ പാടില്ല. നിങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ മരിച്ചുപോയ മൗലവിമാരൊക്കെ. മനസ്സിലായോ? അത്രമേൽ ഡേഞ്ചറാണത്. അതുപോലെ അള്ളാഹുവിനുള്ള വിശ്വാസം, അവരുടെ വിശ്വാസം എന്താ? ജീവിച്ചിരിക്കുന്നവരോടൊക്കെ ചോദിക്കാം, മരിച്ചവരോടൊന്നും ചോദിക്കാൻ പാടില്ല. അതായത് ഭൗതികമായത് മനുഷ്യന്മാരോട് ചോദിക്കുക, അഭൗതികമായത് അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസം അതല്ല. ഭൗതികമായാലും അഭൗതികമായാലും അള്ളാഹിനോടേ പറ്റുള്ളൂ. മുജാഹിദിൻ്റെ വിശ്വാസം എന്താ? ഭൗതികമായതൊക്കെ മനുഷ്യന്മാരോട്, അഭൗതികമായതൊക്കെ അള്ളാഹിനോട്. നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. ഭൗതികമായതും അള്ളാഹിനോട്, അഭൗതികമായതും അള്ളാഹിനോട്. അപ്പോൾ ഉമ്മാനോട് ചോദിക്കണമല്ലോ ഉസ്താദേ, ചോദിച്ചോ. ഉമ്മാക്കൊരു കഴിവില്ല, തരുന്നത് അള്ളാഹുവാണ്. അപ്പോൾ ശരിക്കും ചോദ്യം ആരോടാണ്? അള്ളാഹിനോടാണ്. എടാ, നീ ഉമ്മാനോട് ചോദിക്കുമ്പോഴും എൻ്റെ ഉമ്മയിലൂടെ എന്നെ സഹായിക്കുന്നത് അള്ളയാണ്. വഫാത്തായിപ്പോയ മുത്തുനബിയോട് നീ ചോദിക്കുമ്പോഴും മുത്തുനബിയിലൂടെ എന്നെ സഹായിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് എല്ലാം തരുന്നവരെന്ന് തിരിച്ചറിഞ്ഞ പ്രശ്നമുണ്ടോ? ഇത് പുത്തൻവാദികളുടെ വിശ്വാസം എങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യും. അപ്പോൾ പിന്നെ അള്ളാഹ് എവിടെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എല്ലാ സഹായതേട്ട അള്ളാഹിനോട് മാത്രം എന്നല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഉമ്മാനോട് ചോദിക്കണതും മുത്തുനബിയോട് ചോദിക്കണതും ബദരീങ്ങളോട് ചോദിക്കണതും മമ്പറത്തെ തങ്ങളോട് ചോദിക്കണതും എൻ്റെ ബദരീങ്ങളെ എന്ന് വിളിക്കണതും ഇതൊക്കെ സ്നേഹത്തിൻ്റെ വിളിയാണ്. ആ വിളിയിലൂടെ എന്നെ സഹായിക്കുന്നത് എൻ്റെ നാഥനായ റബ്ബാണ് എന്നുള്ള തിരിച്ചറിവാണ്. അതിന് കഴിയുന്നവനാണ് എൻ്റെ റബ്ബ്. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. ക്ലിയർ ആകണം. ഇത് ക്ലിയർ ആയില്ലേ ഈമാൻ ശരിയാവൂല. ആ ഈമാനില്ലായ്മ വലിയ താടിയൊക്കെ ഉണ്ടെങ്കിലും മുഖത്ത് എത്ര വെളുത്താലും എത്ര കറുത്താലും, കറുപ്പും വെളുപ്പൊന്നല്ല ഈമാൻ്റെ നേതാനം, ഒരു വെളിച്ച മുഖത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തേത് അംബിയാ മുർസലുകളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അല്ലേ? ബിദ്അത്തുകാർ ഇല്ലേ, അതുപോലെ തന്നെ യുക്തിവാദികൾ റസൂലുള്ളാഹിനെ കളിയാക്കണം. ബിദ്അത്തുകാർ പറയുന്നത് എന്താ? റസൂലുള്ള സാധാരണ അറബി പയ്യനായിരുന്നു എന്നാണ്. മഅദല്ലാഹ് ഇന്നാ ലില്ലാഹി. അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വിശ്വാസം ക്ലിയർ ആക്കണം. മൂന്നാമത്തേത് മലക്കുകളിലുള്ള വിശ്വാസം. മലക്കുകൾ. നാലാമത്തേത് കിതാബുകളിലുള്ള വിശ്വാസം. ഖുർആനുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചീൽ, സബൂർ, തൗറാത്ത് അങ്ങനെ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. അതുപോലെ സുഹഫുകൾ, ഏടുകളെല്ലാം ഇറക്കിയിട്ടുണ്ട്, അതിലൊക്കെ വിശ്വസിക്കുക. അഞ്ചാമത്തേത് ഖിയാമത്ത് നാൾ. ഖിയാമത്ത് നാൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഖിയാമത്ത് വരെ നമ്മൾ ജീവിച്ചിരിക്കുമെങ്കിൽ അല്ലാഹ് രക്ഷ നൽകട്ടെ അല്ലേ? ഖിയാമത്ത് നാളിങ്ങനെ അടുത്തടുത്ത് വരികയാണ് അല്ലേ? വലിയ അപകടങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ ദിവസം നമ്മുടെ വയനാട്ടിൽ വീണ്ടും ഒരു ദുരന്തം ഉണ്ടായില്ലേ? നമ്മളിങ്ങനെ ഓരോന്ന് വിളിച്ചു വരുത്താണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണപ്പെട്ടവരുടെ കുടുംബാദികൾക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ. അല്ലാഹു നമുക്കും അവർക്കൊക്കെ പുറത്തു തരട്ടെ അല്ലേ? എപ്പോഴാണ് അപകടം വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും കാവൽ നൽകട്ടെ. ഇപ്പോൾ ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം, അങ്ങനെ ഒരു സംഗതി വരാനുണ്ട് എന്നാണ് വിശ്വസിക്കുക. അതുപോലെ തന്നെ ആറാമത്തേത് വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ്. നമ്മുടെ വിശ്വാസം എന്താ? ചിലർ നന്മയൊക്കെ പടച്ചോനിൽ നിന്നും തിന്മയൊക്കെ ശൈത്താനിൽ നിന്നും. അങ്ങനെയല്ലടാ, അത് അള്ളാഹിനെക്കുറിച്ചുള്ള വിശ്വാസമല്ല. നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാം 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 അള്ളാഹുവിൽ നിന്ന് മാത്രം അല്ലേ? എനിക്ക് ആരോഗ്യം തരുന്നതും അള്ളാഹുവാണ്, രോഗം തരുന്നതും അള്ളാഹുവാണ്, കച്ചവടം തരുന്നതും അള്ളാഹുവാണ്, നഷ്ടം തരുന്നതും അള്ളാഹുവാണ്, മക്കളെ തരുന്നതും അള്ളാഹുവാണ്, മക്കളെ തരാതിരിക്കുന്നതും അള്ളാഹുവാണ്. ശൈത്താനൊക്കെ ഒരു കാരണമല്ലേ? സിഹറൊക്കെ ഒരു കാരണമല്ലേ? തരുന്നവനും തടയുന്നവനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും രോഗം തരുന്നവനും ശിഫയാക്കുന്നവനും ഒക്കെ റബ്ബുൽ ആലമീനായ അല്ലാഹ്. ഈ വിശ്വാസം മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നാണ്. മനസ്സിലായോ?
അപ്പോൾ ഈ വിശ്വാസത്തിൽ ഊന്നിയ ഒരു ഈമാൻ ഉണ്ടെങ്കിലേ രക്ഷയുള്ളൂ. ഇപ്പോൾ ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ അറിവുണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഒരുപാട് അറിവുണ്ട് എന്നാണ്. ഇപ്പോൾ ഇബ്ലീസിന് അറിവില്ലാത്ത കുറവായിരുന്നു, ഇല്ല, ഓരോ ആകാശത്തിലും ഓരോ പേരായിരുന്നു എന്നാണ് ഇബ്ലീസിന്. ആ ഇബ്ലീസ് വഴിപഴച്ചു പോയത് എങ്ങനെയാണ്? അള്ളാൻ്റെ നബിയെ ആദരിക്കാത്തത് കൊണ്ടാണ്. ആദൻ നബിയെ ബഹുമാനിക്കാൻ അള്ളാഹ് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊന്നല്ല, ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ. അതിനിവിടെ ആരാധനയുടെ കാര്യമൊന്നും പറഞ്ഞില്ല മുത്തുമണി, ഒന്ന് ബഹുമാനിക്കാൻ ആദരിക്കാനേ പറഞ്ഞുള്ളൂ. ആരാധന അള്ളാഹിനോട് മാത്രം. ഇറങ്ങിപ്പോടാ ശൈത്താനെ, അള്ള ഇറക്കി വിട്ടുവാനെ. തീയാൽ പടച്ച ഞാൻ, മണ്ണാൽ പടച്ച ആദമിനൊക്കെ എങ്ങനെ സുജൂദ് ചെയ്യാനാ? അള്ളാൻ്റെ മുമ്പിൽ അള്ളാൻ്റെ നബിയെ അനാദരിച്ചു എന്നുള്ളതാണ് അടുത്ത വിഷയം. വേറെന്താ? അള്ളാൻ്റെ നബിയെ അനാദരിച്ചു, അത് പടച്ചവന് ഇഷ്ടമല്ല. മൻ ആദാലി വലിയൻ, എൻ്റെ വലിയനെ പ്രയാസപ്പെടുത്തിയല്ലോ. വലിയൻ്റെ നേതാക്കളാണല്ലോ അമ്പിയാക്കൾ, ഞാൻ അവനോട് യുദ്ധം ചെയ്യുന്ന അള്ള പറഞ്ഞതാ. അപ്പോൾ നമ്മൾ ഔലിയാക്കളെ അമ്പിയാക്കളെ പ്രയാസപ്പെടുത്തുകയാണ്, കുറ്റം പറയുകയാണ്, ആ നിമിഷം നമ്മുടെ ഈമാൻ കട്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇബ്ലീസാണ് മുമ്പിൽ നിൽക്കുന്നത് അല്ലേ. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മക്കളെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരട്ടെ അല്ലേ. അത് കൃത്യമായിട്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടും. നിങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ആരും ഇപ്പോൾ ഏതായാലും അമ്പലത്തിൽ പോകണില്ലല്ലോ. നമ്മുടെ കൽബിൻ്റെ അകത്ത് ശിർക്കുണ്ട് ഒരുപാട്. ഞാൻ പലപ്പോഴും പറയാറുണ്ടത് അല്ലേ. ഞാനെന്ന ഭാവത്തെ ആരാധിക്കുന്നവരാണ് നമ്മൾ. ഞാൻ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ശിർക്ക് ചെയ്യുന്നവരാണ്. അഹങ്കാരം ഉണ്ടെങ്കിൽ അല്ലേ, അതുപോലെ സമ്പത്തിനോട് ആർത്തി ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് സമ്പത്തിനെ കൊണ്ടുവന്ന് വെച്ചവരാണ്. അതായത് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് നമ്മുടെ മനസ്സിൽ അള്ളയല്ലാതെ എന്തൊക്കെ വരുന്നുണ്ടോ നമ്മളതൊക്കെ ശിർക്ക് ചെയ്ത്, ആ വിഷയത്തിലൊക്കെ ശിർക്ക് ചെയ്യുന്നവരാണ്. മനസ്സിലായി? അള്ളാഹിൻ റസൂൽ അള്ളാഹുമായി ബന്ധപ്പെട്ടതല്ലാത്ത എന്തൊക്കെ വരുന്നുണ്ടോ നമ്മൾ മുശ്രിക്കീങ്ങൾ. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. മനസ്സിലായി? ഇതാണ് കൽബിൻ്റെ അകത്ത് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഈമാൻ ക്ലിയർ ആകാനായിട്ട് മുത്തുനബി പഠിപ്പിച്ച സൂറത്താൻ നമുക്കറിയാത്. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് വേണം അത് ചൊല്ലാനായിട്ട്. കിടക്കപ്പായിലിരുന്ന് ഓതേണ്ടതൊക്കെ ഓതും ഇല്ലേ. നമ്മൾ ഫാത്തിഹ ഓതും, ഇഖ്ലാസ് ഓതും, മുഅവ്വിദത്തൈൻ ഓതും, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, തസ്ബീഹുകൾ ചൊല്ലും. ഇതൊക്കെ ചൊല്ലിയിട്ട് ഒരു സൂറത്ത് ഓതിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ أنتم عابدون ما أعبد لكم دينكم ولي دين. കാഫിരിങ്ങളെ കണ്ടോ, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളും ആരാധിക്കുന്നില്ല അല്ലേ. ഏറ്റവും മനോഹരമായ മതേതരം എന്താണെന്ന് പഠിപ്പിക്കുകയാണ് മുത്തുനബി തങ്ങൾ അല്ലേ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. ഞങ്ങൾ ഓണാഘോഷിക്കാൻ അതിനൊന്നും ഞങ്ങൾ വരുന്നില്ല അല്ലേ. നിങ്ങളുടെ കൂടെ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ വരുന്നില്ല, ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ ഞങ്ങളില്ല, നിങ്ങൾ ഞങ്ങളോട് ഒന്ന് നിസ്കരിക്കണ്ട ഇല്ല. അങ്ങനെ വാശി അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടല്ലോ. എന്നാൽ പരസ്പരം മനുഷ്യനായി കണ്ട് പരസ്പരം സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ മതം. ഏതായാലും ഈ സൂറത്ത് ഒരു തവണ ഓതിയിട്ട് കിടന്നാൽ, ഇത് ഡെയിലി പതിവാക്കി, നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിൽ ഈ മാനൊരു ബലം കിട്ടും. നിങ്ങൾ യുക്തിവാദികളുടെ, പുത്തൻവാദികളുടെ, ഇത്തരം ദുരാചാരങ്ങളുടെ പിന്നാലെ പോയി നിങ്ങൾ പെട്ടൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മാത്രമല്ല നമ്മളെ പൈശാചികതയിലേക്ക് ക്ഷണിക്കുന്ന ഈ ഏറ്റവും വലിയ പൈശാചികത കുഫറല്ലേ. ഈ കുഫറിലേക്ക് വിളിക്കുന്ന പിശാചുക്കൾ നമ്മിൽ നിന്ന് വിരണ്ടോടും. ഇതിലപ്പുറം എന്ത് കാവൽ നമുക്ക് വേണ്ടത്? രക്ഷപ്പെടണേ നമുക്ക്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീഖ്. അപ്പോൾ ഇന്നു മുതൽ എല്ലാവരും പതിവാക്കണം കേട്ടോ. പതിവാക്കുന്നവരുണ്ടാവും, പക്ഷേ ഈ ബോധ്യത്തിൽ അള്ളാഹിനെ പ്രണയിച്ചുകൊണ്ട് വേണം മനസ്സറിഞ്ഞ് ഓതാനായിട്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഇത് വ്യാഴാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത് അല്ലേ. കഴിയുന്നവരൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്യണം കേട്ടോ, മറക്കരുത്. എപ്പോഴും ഞാൻ ഉണർത്താറുള്ളതാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ റബ്ബുൽ ആലമീനായ തമ്പുരാനുണ്ടാകും. അപ്പോൾ വ്യാഴാഴ്ച ദിവസം സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു വെക്കുന്ന ദിവസമാണ്. സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു വെക്കുമ്പോൾ ഈ സൂറത്ത് പാരായണം ചെയ്തിട്ട്, സ്വതക്ക ചെയ്തിട്ട്, അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് പടച്ചോനെ നീ എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ തട്ടിക്കളയൂലല്ലോ. ഈ സ്വബാഹുൽ ഖൈർ എന്ന അനുഗ്രഹത്തിലൂടെ നമ്മൾ എന്തോരം ഇൽമു പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച ദിവസം ഇത് പഠിക്കുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് ഉറപ്പല്ലേ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഏതായാലും ഇന്ന് അസർ കഴിയുമ്പോൾ കഴിയുന്ന ആളുകളൊക്കെ കഹ്ഫ് ഓതി വെക്കുക, നഖം വെട്ട്, അങ്ങനെ അസർ കഴിയുമ്പോൾ മുതൽ തന്നെ തുടങ്ങിക്കോ. നാളത്തേക്ക് എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക. അപ്പോൾ എല്ലാവരും ഇന്നു മുതൽ ഓതണം എന്നുണർത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്ത മനുഷ്യൻ്റെ പേരെന്താണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ലബീദ് ബിനുൽ അഅസം അല്ലേ. ലബീദ് ബിനുൽ അഅസം എന്ന് പറയുന്ന ഏറ്റവും തെമ്മാടിയായ മനുഷ്യനാണ് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തത്. ഇന്നത്തെ ചോദ്യം, ഈ ലബീദ് ഏത് മതവിശ്വാസിയായിരുന്നു, ഏത് മതക്കാരനായിരുന്നു? കമൻറ്റ് ചെയ്യുക.
1000 രൂപ അല്ലാഹു അർഹറിലേക്ക് എത്തിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഇതിൻ്റെ മിസ്ല് സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണയല്ല, അവിടുത്തെ പൊരുത്തം തരണയല്ല, കാവലേകണയല്ല. ഒരുപാട് ലക്ഷ്യങ്ങളും കൊണ്ട് സ്വബാഹുൽ ഖൈർ സദസ്സിലിരിക്കുന്നവരുണ്ട്, അവരുടെ മുറാദുകളെല്ലാം നീ ഹാസുലാക്കണയല്ല. കുടുംബത്തിൽ സമാധാനം തരണയല്ല, മക്കളെ ചൊവ്വായ പാതയിലാക്കണയല്ല, അഡ്മിഷൻ നൽകണയല്ല. പടച്ചോനെ, നീ നല്ല ഒരുപാട് കുട്ടികൾ പലവിധ എക്സാമുകൾക്കായി കാത്തിരിക്കുന്നവരുണ്ട്, ഉന്നത വിജയം നൽകണയല്ല. യാ റബ്ബന, ഖൈറായ ജോലി നൽകണയല്ല, ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണയല്ല. പ്രവാസികളുണ്ട്, ഖൈർ നൽകണയല്ല. യാ റബ്ബന, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ കടക്കണിയിൽപ്പെട്ടവരാണ്, നീ മോചനം നൽകണയല്ല. മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കാരണവന്മാർ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചാക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ ചേർത്ത് പിടിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.